വെയ്റ്റ് ലോസ്, PCOS, തൈറോയ്ഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മിനിറ്റുകൾക്കകം തയ്യാറാക്കാൻ പറ്റുന്ന ഹൈ പ്രോട്ടീൻ റാഗി വെജ് ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷിനു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറാസ് വ്ലോഗ്സ്. വെയ്റ്റ് ലോസ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗിയും വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ബ്രോക്കോളിയും ക്യാരറ്റും ബീൻസും ആണ്. അപ്പം മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത് ബ്രോക്കോളിയാണ്. നമുക്ക് ഈ ബ്രോക്കോളിയെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് അതുപോലെ തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് സീസണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻസ്, മൈക്രോ ഗ്രീൻസോ ചീരയോ അതുപോലെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുക്കുന്നത് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്, ഒറ്റ ടീസ്പൂൺ മാത്രം. ഇനി നമുക്കിതിലേക്ക് ഒരു ഇടത്തരം സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓണാക്കി വെക്കാനായിട്ട് മറക്കരുതേ. നമ്മളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണേ. നമ്മളിതിനെ ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളിയാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ടാണ് ഇന്ന് റെസിപ്പിയിലത്തേക്ക് വെജിറ്റബിൾസ് എടുക്കുന്നത്. അത് മെയിനായിട്ട് നമ്മൾ ബ്രോക്കോളി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ ക്യാരറ്റും ബീൻസും ഒക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കണേ. എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ട് പെർഫെക്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കണേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഇതുപോലെ സ്റ്റിർ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ, അതായത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പോഷക ഗുണങ്ങൾ മാക്സിമം നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതുപോലെ അടച്ച് വെച്ചു. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുത്തു. മൊത്തത്തിലൊരു 5 മിനിറ്റ് സമയത്തിൽ നമ്മളിതിനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പാകത്തിന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ചെയ്യുന്ന റെസിപ്പി ലഞ്ച് ബോക്സിലത്തേക്കും പറ്റിയ ഒരു ശരിക്കും പോഷകങ്ങളൊക്കെ ആവശ്യത്തിന് അടങ്ങിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അമ്മമാരും ഇതൊരു നല്ലൊരു അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് റാഗിപ്പൊടിയാണ്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റാഗി പൗഡറാണ്. അതിനുശേഷം ഞാനൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തു. മാവിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറു ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളം തന്നെ എടുക്കുക. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒരു 1/2 കപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു പാകത്തിലെത്തിയപ്പോൾ ഞാനൊരു 1/4 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. മൊത്തത്തിൽ ഞാൻ 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. അതായത് കോരി ഒഴിക്കുന്ന പാകത്തിനല്ല, തിക്കായിട്ടുള്ള ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിനെ ഒരു കരണ്ടി കൊണ്ട് ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് സ്ക്വയർ ഷേപ്പ്, മാക്സിമം ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടുന്ന പോലെ നമുക്ക് ആക്കിയെടുക്കാം. നിങ്ങൾക്ക് റൗണ്ട് ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുത്താലും മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാനൊരു നുള്ള് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് തന്നെ ആ ഒരു വശം വേവുന്നത് വരെ അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. എന്നാലേ അത് ഇതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. പൊട്ടാതെ വിള്ളലൊന്നും വരാതെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തത് നല്ലൊരു ബൈൻഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്.
അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈഡും എല്ലാം നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറഞ്ഞ അളവിൽ നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ ഈ ഒരു റെസിപ്പി ഓരോന്നായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനൊരു പേരൊന്നുമില്ല. കഴിക്കാൻ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഇടാം. നല്ല നല്ല പേരുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ടും ചെയ്തെടുത്തു. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വെയിറ്റ് ലോസ് റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസും കൂടെ കണ്ടു നോക്കുക. ആ വീഡിയോസിൻ്റെ തന്നതുപോലെ തന്നെ സപ്പോർട്ട് ഈ ഒരു വീഡിയോയ്ക്കും തരിക. ഇത് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഉറപ്പായിട്ടും അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. നമ്മളിത് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം അതിൽ നമുക്ക് നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. ചൂടോടെ കഴിക്കുമ്പം പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. വേണമെങ്കിൽ മിൻറ്റ് ചട്നിയോ നമ്മളുടെ നോ കോക്കനട്ട് പ്രോട്ടീൻ ചട്നിയോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.